10 വർഷത്തിന് ശേഷം സെക്രട്ടേറിയറ്റിൻ്റെ സമര ഗേറ്റ് എന്നറിയപ്പെടുന്ന നോർത്ത് ഗേറ്റ് ഇപ്പോൾ പൂർണ്ണമായും തുറന്നിരിക്കുകയാണ്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായതിന് ശേഷമാണ് ഇത്തരത്തിൽ നോർത്ത് ഗേറ്റ് പൂർണ്ണമായും തുറന്നിരിക്കുന്നത്. വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമാണ്. ഏത് സമയവും സെക്രട്ടേറിയറ്റിലേക്ക് പരാതികൾ എത്തിക്കുവാനും ജനങ്ങൾക്കത് അറിയിക്കുവാനുമുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയാണ് ഇത്തരത്തിൽ നോർത്ത് ഗേറ്റും ഇപ്പോൾ പൂർണ്ണമായും തുറന്നിരിക്കുന്നത്. വലിയ സന്ദേശമാണ് നൽകുന്നത്. അല്ല, അതൊരു പ്രതീകാത്മകമായിട്ടുള്ള അറിയിപ്പാണ്. ഇപ്പോൾ എവിടെയും അറിയിച്ചുകൊണ്ടല്ല, ഔദ്യോഗികമായ അറിയിപ്പ് നൽകിയല്ല ഈ ഗേറ്റ് തുറന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഏതെങ്കിലും ഒരു ഔദ്യോഗിക അറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഗേറ്റ് പെർമനൻ്റായി 10 വർഷക്കാലം അടച്ചിട്ടതല്ല. ചില മിഥ്യാബോധങ്ങളുടെ അടിസ്ഥാനത്തിൽ, അതുപോലെ തന്നെ ഇല്ലാത്ത ചില ഭീഷണി കഥകളുടെ അടിസ്ഥാനത്തിൽ, സമര പരമ്പരകളോടുള്ള ഭയത്തിന്റെ അടിസ്ഥാനത്തിൽ, പരിഭ്രാന്തിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഗേറ്റ് 10 വർഷക്കാലം അടച്ചിട്ടിരുന്നത്. അല്ലാതെ വെറും സുരക്ഷ എന്ന് മാത്രമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്നും എപ്പോഴും അടച്ചിടേണ്ട കാര്യമില്ലല്ലോ. യഥാർത്ഥത്തിൽ ഇവിടെ ഈ ഗേറ്റ് 24 മണിക്കൂറും തുറന്നു കിടക്കുന്ന ഒരു ഗേറ്റ് അല്ല. പ്രവൃത്തി സമയത്തും പൂർണ്ണമായും തുറന്നു കിടക്കില്ല. കാരണം എന്ന് പറയുന്നത് ഇവിടെയാണ് എല്ലാ സമരങ്ങളും പരിസമാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമരങ്ങൾ ഇവിടെ എത്തുമ്പോൾ ഈ ഗേറ്റ് അടയ്ക്കും. അല്ലെങ്കിൽ അവർക്ക് ഇതിന് ഈ സെക്യൂരിറ്റി ഇത് തടയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സമരങ്ങൾ അവിടേക്ക് കടന്നു കയറാതിരിക്കാൻ, അതേസമയം സമരക്കാർ ഇവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കാൻ, സമരം പിരിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുവാൻ ഗേറ്റ് തുറക്കപ്പെടും. ആ ഒരു രീതിയായിരിക്കും ഇനിയും ഉണ്ടാകുക. സമരങ്ങൾ ഇവിടേക്ക് നേരിട്ട് വരുമ്പോഴത്തേക്കും തൽക്കാലത്തേക്ക് അടച്ചുകൊണ്ടും സമരം കഴിയുമ്പോൾ പിന്നീട് തുറന്നുകൊണ്ടും ഉള്ള രീതിയായിരിക്കും അനുവർത്തിക്കുക എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും കഴിഞ്ഞ വർഷത്തെ ഭരണത്തെ അപേക്ഷിച്ച് പുതിയൊരു ഭരണം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ജനങ്ങൾ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ പരാതികളുടെ പ്രവാഹമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വഴിയും ഇനി പരാതികൾ നൽകാൻ ജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടാകും. ജനങ്ങൾക്ക് അത് പ്രവേശനം ഉണ്ടാവും. കാര്യം ജനങ്ങൾ, ആവലാതിക്കാരനായിട്ടുള്ള ജനം ഇവിടെ വന്ന് ജനങ്ങൾ ആ പരാതികൾ ബോധിപ്പിക്കാനുള്ള അവസരമുണ്ട്. കഴിഞ്ഞ 10 വർഷമുള്ള രീതി ആയിരിക്കില്ല പരാതിക്കാരോടും പരിഭവം പറയുന്നവരോടും സർക്കാർ, ശ്രീ വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ സ്വീകരിക്കുക. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങ്. ജനത്തിൻ്റെ ആവേശം കൊണ്ട്, ജനലക്ഷങ്ങളുടെ വരവ് കൊണ്ട്, ജനലക്ഷം നെഞ്ചിലേറ്റിക്കൊണ്ടുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങാണ് ഇന്നലെ നടന്നത്. ഏതെങ്കിലും ഒരു പ്രോട്ടോക്കോളിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല അവിടെ നടത്തിയ സംഭവങ്ങൾ മൊത്തം നടന്നത്. ജനം എന്താണ്, ജനത്തിൻ്റെ ശക്തി തെളിയിച്ച ഒരു തെരഞ്ഞെടുപ്പും അതിനുശേഷമുണ്ടായ സത്യപ്രതിജ്ഞാ ചടങ്ങുമാണ് ഉണ്ടായത്.